ഗുഡ് മോർണിംഗ്. പുലർച്ചെ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം എംകോം എക്സാംസ് ഒരുമിച്ച് നടക്കുമ്പോൾ യൂഷ്വലി നമ്മുടെ ചാനല് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. ബട്ട് ഇതൊന്നും അപ്ഡേഷൻ കണ്ടില്ല. സോ കുട്ടികളെ പേഴ്സണൽ മെസ്സേജസ്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തുകൊണ്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് മെസ്സേജസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനുള്ള റിപ്ലൈ ആണ് ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു. ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നഷ്ടപ്പെട്ടു. സോ ഇത് സംഭവിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആകെ പാനിക്കായി. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഓരോ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 75,000, അതുപോലെ തന്നെ 40,000, 50,000 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളല്ലാതെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് തിരിച്ച് വിളിക്കാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് നമുക്ക് വരുന്ന എല്ലാ കോൾസും എല്ലാ ഡീറ്റെയിൽസും ഹാക്കറുടെ നമ്പറിലോട്ട് ഓട്ടോമാറ്റിക്കലി പോവുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫോണിൽ സ്റ്റക്കായി നമ്മൾ ആകെ. അപ്പോൾ ഫൈനലി നമുക്ക് ആ കൂടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ അവർ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ബ്ലോക്ക് ചെയ്തു നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ജിയോ ആണ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ അതിലേക്ക് വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ പുലർച്ചെ ഈ ഒരു ടൈം വരെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ കേസ് ഫയൽ ചെയ്യണം. അതിപ്പോൾ ഇനി നാളെയാണ് പോസിബിൾ ആവുള്ളൂ. സോ ഇതിൻ്റെ പിന്നാലെ ഇതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞതും അതുപോലെ തന്നെ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ കോച്ചിങ്ങിലുള്ള കുട്ടികൾ എനിക്ക് ഡൗട്ട്സൊക്കെ ഇട്ടിട്ട് റിപ്ലൈ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കണോ. ആരും ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ സിമ്മ് ഊരി വെച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് സിമ്മിടും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫൈനലി ഇതൊക്കെ ഫോമാറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുറച്ച് സമയം കൊണ്ട്, ഞാൻ ഇതുവരെയായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. പ്രതീക്ഷിക്കണമില്ല ഇങ്ങനെ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത്. ശരിക്കും ഞാൻ ആകെ ടയേർഡുമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിതൊക്കെ പിന്നെ പറയാം. സോ ഇതാണ് റീസൺ. ആരും ഒന്നും വിചാരിക്കരുത് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, അതുപോലെ എക്സാം റിവ്യൂ ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നാളെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് വരും എക്സാംസ് അതിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്, ലൈവ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എനിക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ. സോ താങ്ക് യു. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.